സാർ നമസ്കാരം. നമസ്കാരം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് നാളിതുവരെ നടത്തിയ അന്വേഷണ പുരോഗതിയുടെ എല്ലാ റിപ്പോർട്ടുകളും ഹൈക്കോടതിയുടെ മേശപ്പുറത്ത് വയ്ക്കണം എന്ന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. ജൂൺ 15-ാം തീയതിക്ക് മുൻപായിക്കൊണ്ട് മൈക്രോ ഫിനാൻസ് കേസ് അന്വേഷിച്ച അന്തിമ റിപ്പോർട്ട് കോടതിയുടെ മുൻപിൽ സമർപ്പിക്കണം എന്നായിരുന്നു കോടതി അന്ത്യശാസനം നൽകിയിരുന്നത്. ഇനി ഒരു കാരണവശാലും ഒരു അവധി നീട്ടി നൽകില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ കോടതി അന്ത്യശാസനം നൽകിയിട്ടും ആ ദിവസം പോലും മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും അടങ്ങുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരെ പ്രതികളാക്കിക്കൊണ്ടുള്ള ആ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ നിരവധി ആരോപണങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള SNDP യൂണിയനുകളിൽ നിന്നും ആരോപണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. കൽപ്പറ്റയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ വിജിലൻസ് അന്വേഷണം വരെ വേണം എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചത്. വെള്ളാപ്പള്ളി നടേശനെതിരെ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്ന് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ റിപ്പോർട്ട് കോടതിയുടെ മേശപ്പുറത്തെത്തിയിട്ടില്ല. കോടതി അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരനെ മാറ്റണം എന്നുവരെ കോടതി വാക്കാൽ നിർദ്ദേശിക്കുകയുണ്ടായി. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല മൗനത്തിൽ ഒളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വീണ്ടും മാധ്യമങ്ങൾ എടുത്തെടുത്ത് ചോദിച്ചു, വെള്ളാപ്പള്ളി നടേശനെതിരെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഈ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്ന ഒരു കാഴ്ച നാം കണ്ടില്ല. അതായത് ആ ചോദ്യത്തെ അവഗണിച്ച് അദ്ദേഹം മൗനം പാലിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ ശ്രീ നന്ദകുമാർ രമേശ് ചെന്നിത്തലയെ അഭിമുഖം നടത്തുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ നടത്തിയ ചില പരാമർശങ്ങളെക്കുറിച്ച് ചോദിച്ചു, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാമുദായിക ആചാര്യന്മാർക്ക് മറുപടി പറയാറില്ല. എന്നാൽ സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളെ അനുകൂലിക്കുന്നുണ്ടോ അതിനെ പ്രതികൂലിച്ച് സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും ഇനി നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൽ കൃത്യമായൊരു മൗനം പാലിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള സാമുദായിക ആചാര്യന്മാർക്കെതിരെയുള്ള കേസുകളിൽ ഒരു അഭിപ്രായം തുറന്നു പറയാൻ ഇത്ര കണ്ട് ഭയപ്പെടുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ചോദ്യം. എങ്ങനെയാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രതിഭ, ഇതിനകത്ത് താങ്കൾ ചോദിച്ചതിൽ തന്നെ ഉത്തരങ്ങൾ മുഴുവനുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തല ഊരാ കൊടുക്കലാണ് വിട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ആഭ്യന്തര പ്രസ്ഥാനം വേണം, അതൊരു ഊരാ കൊടുക്കായിട്ട് അദ്ദേഹം കാണുകയില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല നാളെ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കേസൊക്കെ നടത്താനായിട്ട് മുമ്പോട്ട് പോയാൽ സുകുമാരൻ നായർക്കെതിരായിട്ടൊരു കേസ് വരുമ്പോൾ എന്ത് ചെയ്യും? അല്ലെ കേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ രണ്ടുപേരെയും കൂടെ സുകുമാരൻ നായരെ വെറുതെ വിടുകയും വെള്ളാപ്പള്ളിയെ ശിക്ഷിക്കാനുള്ള പരിപാടി നോക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം. അത് സമുദായ നേതാക്കളെ പ്രീണിപ്പിച്ച് സ്ഥാനമാനങ്ങൾ നേടുന്ന എല്ലാവർക്കുമുള്ള ബാധ്യതയാണ്. ഒരു സമുദായത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചാൽ അടുത്ത സമുദായത്തെയും പ്രീണിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ അടിത്തറ തന്നെ തകരും. ആ ഒരു ഊരാക്കുടുക്കിലാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പെട്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല അതിന് വളരെ സൗകര്യപൂർവ്വം എന്നാൽ ലൈം ലൈറ്റ് നിൽക്കാനും ഇത്തിരി ഗ്ലോറിയൊക്കെ ഉണ്ടാക്കാനും എളുപ്പവഴി കണ്ടുപിടിച്ചു. ആ എളുപ്പവഴിയാണ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രവർത്തനം. അവിടെ വെള്ളാപ്പള്ളിയില്ല, അവിടെ വെള്ളാപ്പള്ളി ഉണ്ടോന്നറിയില്ല, സുകുമാരൻ നായരില്ല, വെള്ളാപ്പള്ളിയില്ല, ബിഷപ്പുമാരില്ല, ആരുമില്ല. ഓപ്പറേഷൻ തൂഫാൻ മാത്രം. അപ്പോൾ മറ്റ് വിശദീകരണങ്ങൾ കൂടാതെ, വിമർശനങ്ങൾ കേൾക്കാതെ ഈ മനുഷ്യന് രമേശ് ചെന്നിത്തലയ്ക്ക് സമൂഹത്തിന് വലിയ പുള്ളിയാണ്, മയക്കുമരുന്നുകാരെ പിടിക്കുന്നു എന്ന് പറയാം. ഇപ്പുറത്ത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും അതുപോലുള്ള പലരും പല കേസുകളിലും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രശ്നം. ഈ കേസ് വെള്ളാപ്പള്ളിയുടെ കേസ് പറയുന്നുണ്ട്, മഹേഷിൻ്റെ കേസ് പറയുന്നുണ്ട്, മൈക്രോ ഫിനാൻസിൻ്റെ വയനാട്ടിലെ മൈക്രോ ഫിനാൻസ് കേസ് പറയുന്നുണ്ട്. ഈ കേസുകളിലൊക്കെ വെള്ളാപ്പള്ളി പങ്കാളിയാണോ ഇല്ലയോ?
അല്ല, ഈ മഹേശന്റെ കേസുമായി ബന്ധപ്പെട്ട് കെ മഹേശന്റെ വിധവ അവര് മുഖ്യമന്ത്രി വി ഡി സതീശനെ കണ്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായി. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ വി ഡി സതീശൻ, മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി ഡി സതീശൻ പരാതി കൊടുത്തത്. ഈ പരാതി ഒരു കോപ്പി എടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വി ഡി സതീശൻ്റെ ഓഫീസ് കൈമാറിയിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിലാണ് മാധ്യമങ്ങൾ രമേശ് ചെന്നിത്തലയോട് കുത്തി എടുത്തു ചോദിച്ചത്. ആദ്യം രമേശ് ചെന്നിത്തല പറഞ്ഞു, എനിക്ക് പരാതി നേരിട്ട് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി സ്വാഭാവികമായും അന്വേഷിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് കൊലപാതക കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പിലേക്ക് മുഖ്യമന്ത്രി ആ ഹർജി കൈമാറുമ്പോൾ അത് മുഖ്യമന്ത്രി കൈമാറിയ ആ ഹർജി ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അവസാനം ഈ മാധ്യമപ്രവർത്തകർ കുത്തി ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആ പരാതിയുടെ കോപ്പി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിലെന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ താങ്കൾ കൈക്കൊള്ളുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മൗനത്തിൻ്റെ വാത്മീകത്തിൽ ഒളിച്ചത്. ഇത് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ചേർന്നതാണ്. കെ മഹേശൻ SNDP യോഗത്തിൻ്റെ കണിച്ചുകുളങ്ങര യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഏതാണ്ട് 37 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ താൻ ആത്മഹത്യ ചെയ്യുന്നതിന് തന്നെ കുടുക്കിയതാണ് മൈക്രോ ഫിനാൻസിൽ. അതിൻ്റെ പ്രധാന ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയും തന്നെയാണ്. അതെ, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ട് അവസാനം വേറൊരു ഒറ്റവരി ആത്മഹത്യാക്കുറിപ്പ് മറ്റൊരു അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതി: എൻ്റെ മരണം കേരളത്തിലെ എല്ലാ SNDP പ്രവർത്തകർക്കും വേണ്ടി സമർപ്പിക്കുന്നു. നിങ്ങൾ ഇതിൽ നിന്നെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതായത് ഞാൻ ഈ സമുദായത്തിൻ്റെ നെറുകേടുകൾക്കെതിരെ, സമുദായത്തിൻ്റെ നെറുകേട് എന്ന് പറയുമ്പോൾ സാമുദായിക ആചാര്യന്മാർ, ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ നെറുകേടുകൾക്കെതിരെ പോരാടി നിൽക്കാൻ ശക്തിയില്ലാതെ എന്നെ അവർ കുടുക്കിയതാണ്. ഞാൻ മരണത്തിന് കീഴടങ്ങുന്നു. ഈ മരണം നിങ്ങൾക്കൊരു പാഠമാകട്ടെ, നിങ്ങൾക്കത് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹം സാമുദായിക ആചാര്യൻ എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശനും അതുപോലുള്ള വലിയ പ്രവൃത്തികളിൽ നിന്നും അദ്ദേഹം നേരിട്ട ആ ക്രൂരതകളെക്കുറിച്ചാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ വിശേഷിപ്പിച്ചിരുന്നത്. തന്നെ ഒരേ സമയം പല കോടതികളിൽ കയറ്റിയിറക്കി പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇരുത്തി തന്നെ മാനസികവും ശാരീരികമായി തകർക്കുക, താൻ കൈപ്പറ്റാത്ത ഒരു തുകയ്ക്ക് വേണ്ടി തനിക്കെതിരെ ഈ വലിയ കൊടിയ പീഡനങ്ങൾ, മാനസികമായി പീഡനങ്ങളിൽ ഏർപ്പെടുത്തുക, തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഇതിൻ്റെ പുറകിൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്ന് വ്യക്തമായി അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചിരിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിൻ്റെ കോപ്പി നമ്മുടെ ചീഫ് എഡിറ്റർ ശ്രീ നന്ദകുമാർ സാറിൻ്റെ കൈവശത്തും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടും അത് തൻ്റെ ഓഫീസിൽ അന്വേഷണത്തിന് വേണ്ടി ആ ഒരു ഫയലെത്തിയിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അയച്ചിട്ടും ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു തീരുമാനം കൈക്കൊള്ളാത്തത് എന്നുള്ളത് അതിശയം തന്നെയല്ലേ? ഇതിനകത്ത് ഒത്തിരി പ്ലേയേഴ്സ് കാണും. ഒന്ന് CPM കാണും, ഈ പ്രശ്നം മാക്സിമം വഷളാണെന്ന് വിചാരിക്കുന്ന CPM കാണും. കോൺഗ്രസിൽ തന്നെ KC വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, സതീശനെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക എന്നുള്ള കോൺഗ്രസ്സുകാർ കാണും. പിന്നെ ഏറ്റവും രസം, സുധീരൻ ഈ കാര്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി. എന്തുവാണ് തെറ്റോ ശരിയെന്നുള്ളതല്ല, സുധീരന് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനുള്ള അവകാശമില്ലേ? അദ്ദേഹത്തിൻ്റെ മൗലികാവകാശത്തെയാണ് വെള്ളാപ്പള്ളി ചോദ്യം ചെയ്തിരിക്കുന്നത്. സാക്ഷാൽ VS അച്യുതാനന്ദൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. VSന്റെ കാലത്ത് തന്നെ VS ഇതിനെക്കുറിച്ച് ശക്തമായ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനുമായി VS അന്ന് കൊമ്പ് കോർത്തിരുന്നതാണ്. അപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും പക്ഷഭേദമില്ലാതെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും ചെറിയ ഒരു തുകയ്ക്ക് പലിശയ്ക്ക് കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് വലിയ വട്ടിപ്പലിശയ്ക്കാണ് സാമുദായിക അംഗങ്ങളുടെ SNDP യോഗക്ഷേമത്തിന് വേണ്ടിയിട്ട് അത് വിനിയോഗിച്ചു എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയത് എന്നാണ് വയനാട്ടിൽ നിന്നുള്ള ഒരു SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി അടുത്ത കാലത്ത് പറഞ്ഞത്. ഇത് തന്നെയാണ് മഹേശൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ഇത്രത്തോളം വെളിവായിരിക്കുന്ന സാഹചര്യത്തിലും വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മഹേശൻ 10 സെന്റിൽ കിടന്ന ഒരു കുടിയെടുപ്പുകാരനാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരുവനാണ്, അയാളാണ് എന്നെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഒരാൾ 100 സെന്റിലോ അല്ലെങ്കിൽ 5 ഏക്കറിലോ താമസിക്കുന്ന ഒരാളാണോ, അയാൾക്ക് BWD കാറുണ്ടോ ബംഗ്ലാവുണ്ടോ എന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ അയാളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തേണ്ടത്? അയാൾ പറയുന്ന വസ്തുതകളിൽ, ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകളിൽ സത്യമുണ്ടോ ന്യായമുണ്ടോ എന്നല്ലേ പരിശോധിക്കേണ്ടത്. അല്ലാതെ ആളുടെ സാമ്പത്തിക നില അനുസരിച്ചിട്ടാണോ ഒരാളുടെ വില മനസ്സിലാക്കേണ്ടത്, അയാൾ പറയുന്ന അഭിപ്രായങ്ങൾ കൈക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ ചെവിക്കൊള്ളേണ്ടത്? ഇവിടെയാണ് വെള്ളാപ്പള്ളി നടേശന് തൻ്റെ ആ തൻ പ്രമാണിത്വത്തിലും സാമ്പത്തിക അടിത്തറയിലുമുള്ള ഊറ്റം പുറത്തു വരുന്നത്. ഞാൻ പണക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ കാശുകാരനാണ്, ഒരു ഗതിയും
പരഗതിയും ഇല്ലാത്ത ആളുകൾ എന്നെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് എന്നെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടപ്പോൾ മനസ്സിലായത്. പിന്നെ സുധീറിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത്, VM സുധീറിന് ഏത് ധീരന്മാർ വന്നാലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല, അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പറയുന്നത്. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ അന്വേഷണത്തിന്റെ തലപ്പത്തിരിക്കുന്ന, അതായത് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതേക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അത് നിയമത്തിന്റെ വഴിക്ക് പോകും എന്നെങ്കിലും ഒന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകാതെ മൗനത്തിലിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായികാചാര്യനെ പേടിച്ചുകൊണ്ടാണ് എന്ന് കേരളത്തിൽ ആരെങ്കിലും സംശയിച്ചാൽ അതിന് തെറ്റു പറയാൻ സാധിക്കുമോ? അല്ല, രമേശ് ചെന്നിത്തല ഇപ്പോൾ എടുത്തിരിക്കുന്ന വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 5 ഗ്രാം മയക്കുമരുന്ന് എവിടെയെങ്കിലും പിടിച്ചു, അല്ലെങ്കിൽ ഒരു 10 ഗ്രാം കാഞ്ചാവ് പിടിച്ചു. ഇതിനെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തി. പണ്ട് പിണറായി വിജയനും ശൈലജ ടീച്ചറും കൂടെ മത്സരത്തിന് കോവിഡ് കാലത്ത് മയക്കിന് വേണ്ടി മത്സരമായിരുന്നു. അതുപോലെ ഇപ്പം രമേശ് ചെന്നിത്തല ഈ മയക്കുമരുന്നിൻ്റെ കണക്ക് കിട്ടി അപ്പം തന്നെ പത്രക്കാരെ വിളിക്കാൻ പോവുക. അല്ല, അത് നല്ല കാര്യം, നല്ല കാര്യം നടക്കില്ല. പക്ഷേ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നിരവധി ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടല്ലോ. അതിലൊന്നാണല്ലോ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഒരാളിന്റെ ആത്മഹത്യ തന്നെ പറഞ്ഞിരിക്കുന്നു. അല്ല, ഒരാളല്ല, എന്റെ അറിവ് ശരിയാണെങ്കിൽ 170-ൽ പരം കേസുകളാണ് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിലെ പല കേന്ദ്രങ്ങളിലായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ എല്ലാത്തിലും വെള്ളാപ്പള്ളി നടേശനും മകനും പ്രതിയാണ് എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല ഇത്. അല്ല, നെഹ്റുവിൻ്റെ ഒക്കെ വീക്ഷണത്തെ സതീശനും രമേശും ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നത് ജാതി അതിൽ കൂടുതൽ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ജാതീയമായ കുറേ പിൻബലം വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരിക്കും, അല്ലെ ഉണ്ട് എന്നുള്ള തെറ്റായ ധാരണയുടെ പേരിലാണ് ഇവർ ഈ നിയമ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു നിയമ സംവിധാനം മുന്നോട്ട് പോകും. ബിഷപ്പ്മാർക്കെതിരായിട്ട് പ്രശ്നം വന്നാൽ ഉടൻ പുരോഗതി രംഗത്തിറങ്ങുക. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ, CPM-ൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ, SNDP-യുടെ NSS-ൻ്റെ സുകുമാരൻ നായരുടെയൊക്കെ പ്രസ്താവന കാണണം. രമേശിനെ പോലുള്ള ആളെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ വെല്ലുവിളിക്കായിരുന്നു തിരുവനന്തപുരത്ത്. ആ ഒറ്റ പറച്ചിൽ കൊണ്ട് മാത്രം ഒന്നുകിൽ രമേശ് സ്വയം മാറി നിൽക്കണമായിരുന്നു, അല്ലെങ്കിൽ രമേശിനെ അടുപ്പിക്കാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കണമായിരുന്നു. ഇവരെ വെച്ചുകൊണ്ട് എങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു നയം നടപ്പാക്കാൻ പറ്റും? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അല്ലെങ്കിൽ ഭീതിതമായിട്ടുള്ളൊരു വസ്തുത, ഏത് മതമാവട്ടെ, ഏത് ജാതിയാവട്ടെ, ഏത് സാമുദായിക ആചാര്യന്മാരാവട്ടെ, മതമേലധ്യക്ഷന്മാരാവട്ടെ, ഒരു പരിധിക്കപ്പുറം, അതായത് ഒരു മൗലികാവകാശം, പൗരസ്വാതന്ത്ര്യം എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിലപ്പുറം രാഷ്ട്രീയത്തിൽ ഈ മതമേലധ്യക്ഷന്മാരും അല്ലെങ്കിൽ സാമുദായിക ആചാര്യന്മാരുമെല്ലാം ഇടപെടുന്നത് അതിൻ്റെ സുതാര്യതയെ നഷ്ടപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു അപജയങ്ങളിൽ ഒന്ന് തന്നെയാണ് ആര് ഭരിക്കണം, ഏത് മന്ത്രി ആയിരിക്കണം, ആർക്കൊക്കെ ഏത് വകുപ്പ് കിട്ടണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്ന തരത്തിൽ മേലധ്യക്ഷന്മാർ അഭിപ്രായം പറയാൻ തുടങ്ങിയിരിക്കുന്നത്. ഇത് ഈ VD സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടു. അതായത് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനം ആർക്കായിരിക്കണം എന്നുള്ള വീതം വയ്പ്പിനെ തുടർന്ന് അവസാനം മുഖ്യമന്ത്രി തന്നെ ഒരു മതവിഭാഗത്തിൻ്റെ മേലധ്യക്ഷന്മാരെ സന്ദർശിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു, ഒത്തുതീർപ്പിലെത്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ എല്ലാ മതങ്ങളെയും അർഹിക്കുന്ന തരത്തിൽ പരിഗണിക്കണം, ഒരാളെയും ജാതി മത വ്യത്യാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ഭരണഘടന ഇത് തന്നെയാണ് പറയുന്നത്. ആരോടും പ്രതിപത്തിയോ കൂടുതലായി കാണിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾക്കെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഈ കേസുകൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണം എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ മൗനം ദീക്ഷിക്കുമ്പോൾ ആരാണ് ഇനി കേരളത്തിൽ നിയമം നടപ്പാക്കും എന്ന് സാധാരണക്കാരൻ പ്രത്യേകിക്കേണ്ടത്? ഇവിടെ താങ്കളോട് ഞാൻ തിരിച്ചൊരു ചോദ്യമായിട്ടൊന്ന് ചോദിക്കാം. താങ്കൾക്ക് ഇവിടുത്തെ ഹയർ അതോറിറ്റീസിൻ്റെ, അത് കോൺഗ്രസോ UDF-ഓ LDF-ഓ പോലീസോ കളക്ടറോ ആരും ആയിക്കോട്ടെ, ഗുരുതരമായ ഒരു അഴിമതി ആരോപണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുക. ഇത് പുറത്ത് താനാണിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, താങ്കളാണിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപകടമുണ്ട് താനും. എന്നാൽ താങ്കൾ ഇത് രഹസ്യമായി ഈ വിഷയം ഏത് ഉദ്യോഗസ്ഥനെ, ഏത് മന്ത്രിയെ കാണാൻ പറ്റും? അല്ല സാർ, ഇവിടെ സാർ പറഞ്ഞ ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഒരു പൊതുസമൂഹത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയം പരിഹരിക്കേണ്ട 2 കേന്ദ്രങ്ങളായിട്ടാണ് നമ്മൾ നമ്മുടെ ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും കണക്കാക്കുന്നത്. അത് നമ്മുടെ ഭരണ സംവിധാനത്തെയും നിയമ സംവിധാനത്തെയും. ഈ 2 സംവിധാനങ്ങളിലുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ക്രമസമാധാനം പുലരും എന്ന വിശ്വാസത്തോടു കൂടി ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ
പണമുള്ളവൻ അല്ലെങ്കിൽ മതസ്വാധീനമുള്ളവൻ, ആൾ സ്വാധീനമുള്ളവൻ, അവർക്കെതിരെ വരുന്ന കേസുകളിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനകീയ സംവിധാനത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് അതിന് സാധിക്കുന്നില്ല, അവർ അഭിപ്രായം തുറന്നു പറയുന്നില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിയമത്തിൻ്റെ വഴിക്ക് പോകും, അതിൽ ഞങ്ങൾ ഇടപെടില്ല എന്നെങ്കിലും പറയുന്ന ഈ തലപ്പത്തിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ പലപ്പോഴും ഭരണസാരഥ്യത്തിലിരിക്കുന്ന ആളുകളെ കാണുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, രാഷ്ട്രീയപരമായൊരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നത് പോലെയെങ്കിലും ഇവിടെ ഒരു വാക്ക് പറയാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ആ മൗനത്തിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് താല്പര്യം. പിന്നെ ഈ സാറ് പറഞ്ഞ വസ്തുതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാവലിൻ പോലുള്ള കേരളം കണ്ട ഏറ്റവും വലിയ അപ്രമാദമായ കേസുകളിലെല്ലാം മുന്നോട്ട് വന്നത് ക്രൈം ഓൺലൈൻ തന്നെയാണ്. ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ അത്തരം കേസുകളിൽ കക്ഷി ചേർന്നിട്ട് പോലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് എനിക്കും സാറിനും പൊതുസമൂഹത്തിനും അറിയാം. അപ്പോൾ നബ്രുവാൽ സത്യം അപ്രിയം, അപ്രിയമായ സത്യത്തെ തുറന്നു പറയാൻ പാടില്ല എന്ന് പറയുന്ന ആ ആപ്തവാക്യങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് നേരായ സമയത്ത് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ ആർജവം കാണിച്ച നട്ടലുള്ള ഒരു പത്രാധിപൻ നടത്തുന്ന മാധ്യമ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരൻ എന്ന രീതിയിൽ സാറ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നമുക്ക് മുന്നിൽ വരുന്ന വിഷയങ്ങൾ, വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കി അതിൻ്റെ ഔദ്യോഗികമായ രേഖകൾ പരിശോധിച്ചുകൊണ്ട് അത് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ നമ്മൾ ഇതുവരെയും മടി കാണിച്ചിട്ടില്ല, തുടർന്നും ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെയൊരു സംവാദം സംഘടിപ്പിക്കുന്നതും. ശ്രീ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലയോ ക്രൈം ഓൺലൈനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളല്ല, മിത്ര മനോഭാവത്തോടു കൂടി തന്നെയാണ് അവരെ കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഈ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ദീക്ഷിച്ച മൗനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് പൊതുസമൂഹത്തോട് തുറന്നു പറയണം എന്നുള്ള ധാരണ കൊണ്ട് തന്നെയാണ് നമ്മൾ സത്യം തുറന്നു പറയാൻ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നുള്ള ആ ധൈര്യം, ജനങ്ങളിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ പൊതുജനത്തോടുള്ള പ്രതിബദ്ധത, സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ടാണ് നമ്മളത് തുറന്നു പറയുന്നത്. രമേശ് ചെന്നിത്തലയെ അപകീർത്തിപ്പെടുത്തുന്നതിനോ വെള്ളാപ്പള്ളി നടേശനെ അപകീർത്തിപ്പെടുത്തുന്നതിനോ അല്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ പിന്നെ എങ്ങനെയാണ് പൊതുസമൂഹം യഥാർത്ഥ വാർത്തകൾ തിരിച്ചറിയുക? അപ്പോൾ ആ വാർത്തകൾ പൊതുസമൂഹത്തോട് തുറന്നു പറയേണ്ട ബാധ്യത, ധാർമ്മികമായ ഉത്തരവാദിത്തം, പത്രധർമ്മം നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ പേരിലാണ് ഈ വാർത്തയ്ക്ക് നമ്മളിവിടെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത്.